അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ലോകമെമ്പാടും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ മണ്ണിൽ വൻതോതിൽ എണ്ണയും ധാതുശേഖരവും ഉണ്ടെന്നും ഈ വിഭവങ്ങൾ വികസിപ്പിക്കാൻ US പാകിസ്ഥാനുമായി കൈകോർക്കുമെന്നും ഭാവിയിൽ ഈ എണ്ണ ഇന്ത്യയിലേക്ക് പോലും കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഈ വാർത്ത പാകിസ്ഥാനിൽ വലിയ ആഘോഷമായിരുന്നു. പാക് ഭരണകൂടത്തിന് ഒരു സാമ്പത്തിക വിജയമായിട്ടും ചിലപ്പോൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായൊക്കെ അവരിതിനെ കണ്ടിരിക്കാം. പാകിസ്ഥാന്റെ മാധ്യമങ്ങളും ഭരണകൂടവും ഈ പ്രഖ്യാപനം ആഘോഷിച്ചു തുടങ്ങിയതിനിടയിലാണ് ബലൂച്ച് വിമതരുടെ ഒരു പ്രസ്താവന ഉണ്ടാവുന്നത്. ബലൂചിസ്ഥാൻ വിമത നേതാവ് മിർ ബലൂച്ചിന്റെ ശക്തമായ ഒരു മുന്നറിയിപ്പായിരുന്നു അത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ഈ ഭൂമിയും അവിടുത്തെ ജനങ്ങളും ദീർഘകാലമായി പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പോരാടുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ഈ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്കായിട്ടാണ് ശബ്ദമുയർത്തുന്നത്. മിർ ബലൂച്ച് ഈ വിമത നേതാവ് ട്രംപിന് ഒരു തുറന്ന കത്തും അയക്കുകയുണ്ടായി. അതിൽ വ്യക്തമായി പറയുന്നു, ബലൂചിസ്ഥാൻ വിൽപ്പനയ്ക്കല്ല. ഞങ്ങളുടെ ഭൂമിയിലെ എണ്ണവും ധാതുശേഖരവും ഞങ്ങളുടേതാണ്. പാകിസ്ഥാനോ ചൈനയോ US അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ ഈ പ്രദേശത്ത് അനധികൃതമായി ഖനനം നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ മൗനമായിരിക്കില്ല. ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ അത് സംരക്ഷിക്കും. ഈ മുന്നറിയിപ്പ് ഒരു സാധാരണ പ്രസ്താവനയായി കണക്കാക്കാൻ കഴിയില്ല. മിർ ബലൂച്ചിന്റെ വാക്കുകൾ ബലൂച്ച് ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെയും അവരുടെ ഭൂമിയോടുള്ള ആഴമായ ബന്ധത്തിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ്. ഈ ഇടയ്ക്കുണ്ടായ പല സംഭവ വികാസങ്ങളും അതിൻ്റെ ആയം വെളിവാക്കുന്നുമുണ്ട്. മാത്രമല്ല, അവരുയർത്തുന്ന ഒരു ഞെട്ടിക്കുന്ന ആരോപണം കൂടിയുണ്ട്. ട്രംപിൻ്റെ അവകാശം തെറ്റാണെന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ US പ്രസിഡന്റിനെ കബളിപ്പിക്കുന്നുവെന്നാണ് ബലൂച്ച് ആർമി പറയുന്നത്. പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ കാര്യമായ എണ്ണയോ ധാതുശേഖരണമോ ഇല്ലെന്നും ട്രംപ് പറഞ്ഞ എല്ലാ വിഭവങ്ങളും ബലൂചിസ്ഥാന്റെ സ്വന്തം പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതും മിർ ബലൂച്ച് അവകാശപ്പെടുന്നു. ഈ ആരോപണം ട്രംപിന്റെ പ്രഖ്യാപനവും പാകിസ്ഥാന്റെ ആഘോഷവും ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ബലൂചിസ്ഥാൻ ഒരു വൈരുദ്ധ്യത്തിൻ്റെ ഭൂമിയാണ്. ഒരു വശത്ത് ഈ പ്രദേശം എണ്ണയിലും ധാതുശേഖരണത്തിലും അതിസമ്പന്നമാണ്. സ്വർണം, ചെമ്പ്, ഗ്യാസ് തുടങ്ങിയ വിഭവങ്ങൾ ഈ ഭൂമിയെ ഒരു നിധിശേഖരമാക്കുന്നു. എന്നാൽ മറുവശത്ത് ഇവിടുത്തെ ജനങ്ങൾ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം ഇവയൊന്നും ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ ഭരണകൂടം ഉറപ്പാക്കിയിട്ടില്ല. ഈ അവഗണനയാണ് ബലൂചിസ്ഥാൻ വിമതരുടെ പോരാട്ടത്തിന് കരുത്ത് പകരുന്നത്. അവർക്ക് തങ്ങളുടെ ഭൂമിയും വിഭവങ്ങളും സംരക്ഷിക്കേണ്ടത് മാത്രമല്ല, തങ്ങളുടെ ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ട ഒരു ചരിത്രപരമായ ദൗത്യവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന വൻ പദ്ധതി ബലൂചിസ്ഥാന്റെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഈ കോറിഡോർ ബലൂചിസ്ഥാനിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇതിൻ്റെ ഗുണം ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചൈനീസ് എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും നേരെ ബലൂചിസ്ഥാൻ വിമതർ നിരന്തരം ആക്രമണങ്ങൾ നടത്താറുണ്ട്. ഈ ആക്രമണങ്ങൾ ബലൂചിസ്ഥാന്റെ വിഭവങ്ങൾ വിദേശ ശക്തികൾ ചൂഷണം ചെയ്യുന്നതിനെതിരായ അവരുടെ ഒരു പ്രതിഷേധമാണ്. ട്രംപിൻ്റെ എണ്ണ പര്യവേഷണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ബലൂചിസ്ഥാനിൽ US സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രദേശം വീണ്ടും സംഘർഷഭരിതമാകാൻ സാധ്യതയുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ലക്ഷ്യം പാകിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. ഇന്ത്യ പാക് സംഘർഷ സമയത്തും ബലൂചിസ്ഥാൻ ആർമി അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ട്രംപിൻ്റെ പ്രഖ്യാപനത്തോടെ അവരുടെ പോരാട്ടം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഈ സംഭവ വികാസങ്ങൾ ഒരു വലിയ ചോദ്യം ഉയർത്തുന്നത്, ട്രംപിൻ്റെ പ്രഖ്യാപനം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമാണോ, അതോ പാകിസ്ഥാൻ US-നെ വെടിയാക്കി ബലൂചിസ്ഥാൻ്റെ വിഭവങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണോ, അതോ ഇതൊക്കെ ഒരു വലിയ അന്താരാഷ്ട്ര കള്ളക്കളിയുടെ ഭാഗമാണോ? എന്ത് തന്നെയായാലും പാകിസ്ഥാനിൽ US സാന്നിധ്യം നിറയുന്നത് ബലൂച്ച് ആർമിക്ക് വലിയ തലവേദനയാകും. പാകിസ്ഥാൻ ഒരു നിത്യസംഘർഷമായി മാറാനുള്ള സാധ്യതയും കൂടുതലാവുകയും ചെയ്യും. Waytonikah.com, the exclusive Muslim matrimonial site.